ഹായ് ഹലോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലെ ഏറ്റവും ഫേമസ് ആയ ചർച്ച് സ്ട്രീറ്റിലേക്കാണ്. അതെ, ലക്ഷറിക്കും ഷോപ്പിങ്ങിനും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ബാംഗ്ലൂരിൽ. ഇന്നൊരു സൺഡേ ആണ്. അതെ, ഭയങ്കര തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. ഇന്നൊരു സൺഡേ ആണ്, അതിൻ്റെതായ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം, വീഡിയോയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. അപ്പം അടിപൊളിയായിട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മുന്നോട്ട് തന്നെ. നമ്മൾ ചർച്ച് സ്ട്രീറ്റിന്റെ എൻട്രൻസിലാണ്. ഇവിടെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. നമ്മളപ്പോ ഉള്ളിലേക്ക് പോവാണ്. ചെറുതായിട്ട് സൂര്യനെ കസ്റ്റമൈസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്കിവിടെ ഫുൾ ലൈറ്റിംഗ് ഒക്കെ ആവും. നമുക്ക് നല്ല തിരക്കുണ്ട്, എങ്കിലും നമുക്ക് അടുത്ത് പോയിട്ട് എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ ഒന്ന് കാണാം. സമയം ഏകദേശം 5:15 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പം കുറച്ച് ലേറ്റ് ആയി പോയെന്ന് അറിയത്തില്ല, എന്നാലും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൺഡേ ആയതിൻ്റെ ആണെന്ന് തോന്നുന്നു. കയറുമ്പോൾ തന്നെ എൻട്രൻസ് നമുക്ക് സ്റ്റാർബക്സിന്റെ ഒരു ഔട്ട്ലെറ്റ് അവിടെ കാണാൻ കഴിയും. കുറെ സ്ട്രീറ്റ് ഫുഡിന്റെ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാനിപൂരിയുടെയും അങ്ങനെ പല പല കേക്കുകളുണ്ട്, പേസ്ട്രീസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിതാ വീണ്ടും മുന്നോട്ട് തന്നെ നടക്കുവാണ്. ഒരുപാട് തിരക്കുണ്ട്. ഇത് ആക്ച്വലി ഒരു റോഡാണ് കേട്ടോ. ഇതിലെ നിറച്ചിത വണ്ടികളൊക്കെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൺഡേ ആയിട്ടൊന്നും ഇത്രയ്ക്കും തിരക്ക്, ഭയങ്കര ക്രൗഡ്. അതെ അതെ, സൺഡേ വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും ചർച്ച് സ്ട്രീറ്റൊക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ വന്നാന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട്. ഇനി സൈഡിലൊക്കെ ഇതാ വഴിയോര കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാം. ഇവിടെ വന്നപ്പോഴാണ് ഒരു ചേട്ടൻ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി അത് വെക്കുന്നത് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല സൗണ്ട് ഒക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് ഫോണിന്റെ കവറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതാ മോതിരങ്ങൾ, റിങ്ങിന്റെ തന്നെ ഒരു കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ലോക്കർസ് ആണ്. ലോക്കർസിന് തന്നെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നെയിം എല്ലാം വെച്ചിട്ടുള്ള നമ്മുടെ ബ്രേസ്ലെറ്റ് ലോക്കർസുകളാണ് നമ്മൾ അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റാക്കി തരും. അടിപൊളി. പിന്നെ വഴിയിലൊക്കെ കുറെ ടോപ്പുകൾ വെച്ച് വിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും 100-200 രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു. ഒത്തിരി ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും കുറെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓക്സിഡൈസ് ജ്വല്ലറികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഞാൻ കണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് ടൈം ജയനഗറി ഷോപ്പിങ്ങിന് പോയ വീഡിയോ കണ്ടില്ലേ, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നി. എങ്കിലും ഒത്തിരി ഹെവി ജ്വല്ലറികളുടെ കളക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. വീണ്ടും നമ്മൾ ഒരുപാട് റിങ്ങുകളുടെ ഒരു കളക്ഷൻ കണ്ടു. ഒരുപാട് പല വെറൈറ്റികളുള്ള ഒരുപാട് റിങ്സുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് വളകൾ, എത്ര വില എന്നറിയത്തില്ല, എനിക്ക് തോന്നുന്നു ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. മാലകൾ, വളകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴിച്ചേരിലൂടെ നടക്കുമ്പോൾ ഒരു കടയിൽ കുറേ അനിമേ ക്യാരക്ടേഴ്സിന്റെ ഫിഗേഴ്സ് ഉണ്ടാക്കി വെച്ചിരുന്നുണ്ട്. എല്ലാം കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ ഇവിടെ പല വെറൈറ്റിയിലുള്ള കുറെ സ്പ്രേകൾ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊന്നും നമുക്ക് അങ്ങനെ പുറത്ത് കിട്ടത്തില്ലെന്ന് തോന്നുന്നു. പല വെറൈറ്റിയിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ളതും കുറച്ച് ചീപ്പായിട്ടുള്ളതെല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു. നമ്മൾ ആ സ്ട്രീറ്റിന്റെ നടുക്കൂടെ ഇങ്ങനെ നടക്കുവാണ്. രണ്ട് സൈഡിലും കടകൾ ഇഷ്ടം പോലെയുണ്ട്. എല്ലാ കടയിലും നേരം നല്ല ആളുകളും ഉണ്ട് കേട്ടോ. ഭയങ്കര ക്രൗഡാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും കടയിൽ അങ്ങനെ കയറാൻ പറ്റുന്നില്ല. പിന്നെ അടിപൊളി ഇങ്ങനെ നമ്മളിങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് കൊടുത്താൽ ഫോട്ടോ ഒക്കെ എടുത്ത് തരും. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് എന്താ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് ഇവിടെ കണ്ടു. ഇത് കുറച്ച് പഴയതാണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം നന്നായിട്ടൊന്നും മെയിൻറ്റെയിൻ ഒന്നും ചെയ്തിട്ടില്ല. പഴയതാണെന്ന് തോന്നുന്നു. ഈ സ്ട്രീറ്റിന്റെ ഒരു പ്രത്യേകതയാണ് ലക്ഷറിയുടെ ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള ഷോപ്പുകളും അതുപോലെ തന്നെ സാധാരണക്കാർക്ക് പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഷോപ്പുകളും ഉണ്ടായിരുന്നു. ഈ കാണുന്ന പോലെ വഴിയോരങ്ങളിൽ സ്ട്രീറ്റ് സെല്ലേഴ്സ് അവരുടെ പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ഓഫ് ഹെയർ ക്ലിപ്സും ഹെയർ ബാൻഡ്സും ക്യാപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നമുക്കൊന്ന് ബാർഗെയിൻ ചെയ്താൽ അത്യാവശ്യം നല്ല റേറ്റിൽ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. മുന്നോട്ട് പോകുന്നതോറും ചെറിയ ഉന്തുവണ്ടികളിലെല്ലാം ഫുഡ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിഞ്ഞു. ചോളവും അതുപോലെ തന്നെ നമ്മുടെ കൈതച്ചക്കായും മാങ്ങയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ അതുപോലെ തന്നെ പാനിപ്പൂരി ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ നടക്കുന്ന വഴിയാണ് മുമ്പിൽ ഒരു ടർക്കിഷ് ഐസ്ക്രീം ഷോപ്പ് വന്നത്. അവിടെ ആ ചേട്ടൻ നിന്ന് ആ ചേട്ടൻ ഒരു കുട്ടിയോട് കാണിക്കുന്ന കാഴ്ച ഞങ്ങൾ കുറച്ചു നേരം കണ്ടു തീർന്നു. അപ്പൊ നമ്മൾ അങ്ങനെ സ്ട്രീറ്റിന്റെ ഒരു എൻഡിലേക്ക് എത്തുകയാണ്.
ഇതിനിടയ്ക്ക് ഒത്തിരി കടകളുണ്ട്. നമ്മളൊരു വൺ സൈഡിൽ കൂടെ മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് ഒരു അതർ സൈഡ് കൂടെ കാണാനുണ്ട്. നമുക്ക് ആ സൈഡിലൂടെ പോയി നോക്കാം. ഇത് ഇവിടെ മരത്തിന്റെ ഉള്ളില് നല്ല ബാഗും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കാണാം. അപ്പൊ ഞങ്ങളിതാ നടന്ന് ഏകദേശം എൻഡിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാരഗൺ ബിരിയാണീസ് ഇല്ലേ കാലിക്കറ്റുള്ള, അതിന്റെ ഒരു ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഒരു സൈഡിലായിട്ട് കുറേ എക്സിബിഷൻ പോലെ ഒരു സെറ്റപ്പ് കണ്ടു. നല്ല ജ്യൂട്ടീസിന്റെ ഒക്കെ കളക്ഷൻ ഒത്തിരി ഉണ്ടായിരുന്നു. ഇതൊരു ടൈപ്പ് ഓഫ് എക്സിബിഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് ഡിഫറെൻറ്റ് സെല്ലേഴ്സ് ഒരുമിച്ചുള്ള ഒരു എക്സിബിഷൻ. എല്ലാവരും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആയിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്. ഒരുപാട് വെറൈറ്റി ഓഫ് സാൻഡിൽസും അതുപോലെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുറേ ഓർണമെന്റ്സിന്റെ സെക്ഷൻസും അതുപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബാഗുകളും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സുകളുടെയൊക്കെ സെക്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാം ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു. എങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആയിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല കോട്ടൺ ടോപ്പുകളുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഹൈ എൻഡ് ക്വാളിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ചിക്കൻ കാരി ടോപ്പുകളും അതുപോലെ നല്ല ഹാൻഡ് മെയ്ഡ് പ്രിൻ്റുള്ള സാരികൾ, അങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാം കാണാൻ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. സ്ട്രീറ്റിൽ കിട്ടുന്ന പോലത്തെ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് ഒന്നും ആയിരുന്നില്ല. വളരെ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി സാധനങ്ങളായിരുന്നു. ഒരു ഷോപ്പിലേക്കും അടുക്കാൻ പറ്റാത്തത്രയും തിരക്കായിരുന്നു. പിന്നെ ഈ ഷോപ്പിന്റെ കാര്യം എടുത്തു പറയേണ്ട, നല്ല ക്യൂട്ട് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒത്തിരി ഓർണമെന്റ്സിന്റെ കളക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിത് ഇങ്ങനെ ചർച്ച് സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ ഷോപ്പ് ബുക്ക് ചെയ്തു. ഏകദേശം സന്ധ്യയായി തുടങ്ങി. എല്ലാ ഷോപ്പിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ അവർ ഓണാക്കി. അപ്പൊ തന്നെ ഈ സ്ട്രീറ്റ് കാണാൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്ട്രീറ്റിന്റെ മറു സൈഡിലൂടെ നടത്തം തുടർന്നു. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കടകളുള്ളത്, സ്ട്രീറ്റ് ഷോപ്പുകളുള്ളത്. ചെറിയ ചെറിയ ഒരുപാട് കടകളുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായ കമ്മലുകളും ബാഗുകളും നല്ല നല്ല ക്ലിപ്പുകളും ഒക്കെ ഉള്ള ഒത്തിരി കടകളുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ ഫ്രെയിംസുകളും സ്റ്റിക്കേഴ്സിൻ്റെ ഒക്കെ ഒത്തിരി കടകൾ അവിടെ കാണാമായിരുന്നു. പിന്നെ നമ്മൾക്ക് ഫോട്ടോസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള കൂളിംഗ് ഗ്ലാസ്സുകളും അങ്ങനെയൊക്കെ ഒരുപാട് കടകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ത് തിരക്കാണെന്നറിയും. ഈ തിരക്കിൻ്റെ ഇടയിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി ഷോപ്പുകളും ഒരുപാട് ഫുഡ് സെല്ലേഴ്സിനെയും ഒക്കെ ഞങ്ങൾ കണ്ടു. പിന്നെ വൈൻ ഷോപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെയുള്ള ജ്വല്ലറികളുടെ കടകൾ ഈ സൈഡിൽ ഒരുപാടുണ്ടായിരുന്നു. എല്ലാം നല്ല ഹെവി ജ്വല്ലറികളായിരുന്നു. നമ്മുടെ രാജസ്ഥാനി കളക്ഷൻസ് ഒക്കെ ഇല്ലേ, നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്ന നല്ല നല്ല ജ്വല്ലറികളുടെ ഒത്തിരി കളക്ഷൻസ് ഞാൻ ഇവിടെ കണ്ടു. പിന്നെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ആളുകൾ നല്ല ടീഷർട്ടുകളും ഒരുപാട് ടോപ്പുകളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം കണ്ട പോലത്തെ കൈച്ചെയിനുകളുടെ കടകൾ ഒത്തിരി ഇവിടെ പിന്നെ ഉണ്ടായിരുന്നു. നല്ല ഫ്ലവേഴ്സിൻ്റെ ഒക്കെ കൈച്ചെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഒരു ബുക്ക് ഷോപ്പായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. ഞങ്ങളൊന്ന് കയറി നോക്കി. നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ബുക്കുകളുടെ കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും 100, 200 അങ്ങനെയൊക്കെ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുട്ടികൾക്ക് പറ്റിയ നല്ല കാർട്ടൂൺ ബുക്സുകളും ഡ്രോയിങ് ബുക്സുകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടക്കുന്ന വഴി ഒരുപാട് ഡ്രസ്സുകളുടെ കടകൾ കണ്ടു. പിന്നെ നല്ല പാർട്ടി ഏരിയാസ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സ്ട്രീറ്റ് നമ്മുടെ കൊമേഴ്സ് സ്ട്രീറ്റ് പോലെയൊന്നും അല്ല. എല്ലാവരും ഷോപ്പിങ്ങിന് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഷോപ്പിങ്ങിലുപരി നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനും പാർട്ടി ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ ആളുകൾ വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഷോപ്പുകളിലെല്ലാം കയറി കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു കേട്ടോ. അതിൽ 2-3 ഞങ്ങൾ വാങ്ങി. പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റിലുണ്ടായിരുന്ന സ്ട്രീറ്റ് സെല്ലേഴ്സിൻ്റെ അടുത്ത് നിന്ന് നൈറ്റ് ഡ്രസ്സിനായിട്ടുള്ള നൈറ്റ് വെയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല വിലക്കുറവിൽ കിട്ടുമായിരുന്നു കേട്ടോ. ഈ ഡ്രസ്സൊക്കെ കണ്ടോ, ഇതെല്ലാം ചെറിയ 150-ഉം 200-ഉം റേറ്റിൽ വരുന്ന ഡ്രസ്സുകളായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ നോക്കി 1-2 ഇതിൽ നിന്നും സെലക്ട് ചെയ്തു. പിന്നെ ഇത് കണ്ടോ, ഗേൾസിന് പറ്റിയ നല്ല നല്ല പാൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ടോപ്പുകളും ഇതിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇവിടെയെല്ലാം വഴിവെക്കിൽ വെക്കുന്നതാണെങ്കിൽ പോലും ക്വാളിറ്റിക്ക് കുറവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറേ നല്ല തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ചപ്പൽസും നല്ല 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 പാൻറ്റുകളും നല്ല നല്ല ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നോക്കി ഞങ്ങളുടെ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് നടക്കും. സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ക്ഷമയോടെ വന്ന ഒത്തിരി ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടാണിത്. പിന്നെ സ്ട്രീറ്റ് ഷോപ്പിംഗ് മാത്രമല്ല കേട്ടോ, നല്ല ബ്രാൻഡായ ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ വഴിയിലൊരു കടയിൽ ഒരുപാട് വെറൈറ്റി ഡ്രീം ക്യാച്ചേഴ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കാണാൻ നല്ല ഭംഗിയുള്ളവയായിരുന്നു. ഇപ്പം സമയം ഏകദേശം 10 മണിയോട് അടുപ്പിച്ചായി. എന്നിട്ടും ഈ സ്ട്രീറ്റിലെ തിരക്കിന് ഒരു കുറവുമില്ല. ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന തിരക്കിനേക്കാൾ ഇപ്പോൾ കൂടിയെന്ന് പറയാം. പിന്നെ കടകളിലൊക്കെ ഇപ്പോഴും നിറയെ ആളുകളായിരുന്നു. ഓരോ കടയിലും കാല് കുത്താൻ പറ്റാത്ത ആളുകളെന്ന് പറയാം.
പിന്നെ ഞങ്ങൾ ഷോപ്പുകളിലൊന്നും കയറാൻ നിന്നില്ല. ഞങ്ങൾ പതുക്കെ സ്ട്രീറ്റിന്റെ ഭംഗി ആസ്വദിച്ച് അതിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ആർട്ടിസ്റ്റ് അവിടെ നിന്ന് നല്ല രീതിയിൽ കാർട്ടൂൺ സ്കെച്ച് ചെയ്തു. ഞങ്ങൾ അതൊക്കെ നോക്കി കുറച്ചു നേരം നിന്നു. വളരെ മനോഹരമായിട്ടായിരുന്നു കേട്ടോ അവരത് ചെയ്തത്. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് മിനിസോ കണ്ടത്. നേരത്തെ കണ്ടിരുന്നെങ്കിൽ എനിക്കൊന്ന് കയറണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്തി കേട്ടോ. ഇവിടെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം പാർക്കിങ്ങിൽ പോയിട്ട് ബൈക്ക് എടുക്കണം. ബൈക്ക് എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ ഏകദേശം ചർച്ച് സ്ട്രീറ്റിലെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. ബൈ.